സ്ഥാനമുള്ള ആളുകൾ ആരെന്നറിയോ? ഇല്ലാ ബിത്തഖ്വാ. തഖ്വ കൊണ്ടേ സ്ഥാനമുള്ളൂ. തഖ്വ കൂടുതലുണ്ടോ അവരവിടെ ഉയർന്നു നിൽക്കും, അതിൽ സംശയമില്ല. അല്ലാത്ത ഒരാൾക്കും എന്തില്ല, ഒരാളെക്കാട്ടി സ്ഥാനമില്ല. ഏറ്റവും കുറഞ്ഞ വിലൻ്റെ ഡ്രസ്സ് ഇട്ടോനാവട്ടെ, മുന്തിയത് ഇട്ടോനാവട്ടെ, നല്ല വെളുത്ത ആപ്പിള് പോലെ സുന്ദരനാവട്ടെ, ഇതൊന്നും അവിടെ പ്രശ്നമില്ല. എല്ലാവരും സമന്മാരാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ തങ്ങളെയും സൽമാനുൽ ഫാരിസി തങ്ങളെയും വിളിച്ചിട്ട്, സൽമാനുൽ ഫാരിസി തങ്ങൾ നല്ല സൗന്ദര്യവാനാണ്, വെളുത്ത മനുഷ്യനാണ്. ബിലാൽ തങ്ങളോ കറുത്ത മനുഷ്യനാണ്. രണ്ടു പേരെയും ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് വർഗവിവേചനവും വർണ്ണവിവേചനവും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അറഫയിൽ മുത്തനബി തന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒന്നതാണ്. മറ്റൊരു സന്ദേശമാണ്, ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു പ്രയാസവും വരരുത്. മറ്റുള്ളവൻ്റെ സമ്പത്തിൽ നമ്മൾ കൈകടത്തരുത്. അവൻ്റെ അഭിമാനത്തിന് നമ്മളെ കൊണ്ട് പോറലേൽക്കാൻ പാടില്ല. എന്തൊരു വിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ്റെ കയ്യടിക്കോ അവൻ്റെ എന്തെങ്കിലും ഒരു മുതലെടുപ്പിനോ വേണ്ടി പറയാൻ പാടില്ല. നല്ലതേ പറയാവൂ, നല്ലതേ വിധിക്കാവൂ, നല്ല രീതിയിലേ സഞ്ചരിക്കാവൂ. കാരണം സമ്പത്ത് അത് വിലപ്പെട്ടതാണ്, അഭിമാനം അത് വളരെയേറെ വിലപ്പെട്ടതാണ്. എൻ്റെ ശരീരത്തിലോടുന്ന എൻ്റെ സിരകളിലൂടെ സഞ്ചരിക്കുന്ന രക്തം അതെനിക്ക് വിലപ്പെട്ടതാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിനും മാസത്തിനും ഈ സമയത്തിനും എത്ര പവിത്രതയുണ്ടോ അതേ പവിത്രതയോടെ അതിനെയും നിങ്ങൾ കാണണേ എന്ന് 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊന്ന് ചിന്തിച്ചോ കാണി. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളും തർക്കങ്ങളും അതിര് തർക്കങ്ങളും പ്രശ്നങ്ങളിലൂടെയൊക്കെ നേടാൻ പറ്റിയത് എന്താണ്? എന്താ നേടാൻ പറ്റിയത്? കൊല്ലക്കണക്കിന് കാലമായിട്ട് തൻ്റെ സഹോദരനെയോ തൻ്റെ മാപ്പായോ അല്ലെങ്കിൽ ഉമ്മയെയോ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കാനോ ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനോ സാധിക്കാത്ത പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വന്നത് ഒന്നുമില്ലാതെ വന്ന നമ്മളിൽ നിന്നാണ്. മനസ്സിലായില്ല? ഇതെല്ലാം ഉണ്ടായത് ഒന്നുമില്ലാതെ വന്ന, അഥവാ പ്രസവിച്ച് വീണ ഉടനെ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലും നമുക്ക് കഴിവില്ല. നമ്മളെ ചെരിച്ച് കിടത്തിയാൽ നമ്മളങ്ങനെ കിടക്കും. ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കമിഴ്ന്ന് കിടക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് മുട്ടുകുത്താൻ ശ്രമിക്കുന്നത്, ഇരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോടടുക്കുമ്പോഴാണ് നമ്മളൊന്ന് പിച്ച വെക്കാൻ തുടങ്ങുന്നത്. നമ്മളെ അഹങ്കാരം. എന്നാൽ ഒന്നുമല്ലാത്ത, നമ്മൾ തീരെ നിലയും വിലയും കൽപ്പിക്കാത്തൊരു നാൽക്കാലിയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിൽ പെറ്റിങ്ങണ്ട് വീണ ഉടനെ ആദ്യം ചെയ്യണ പണി എന്താ? ഒന്ന് നീച്ച് നിൽക്കാൻ ശ്രമിക്കും.